ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എത്രയും എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഒരു കുക്കർ എടുത്ത് ഇതാ ഒരു ബൗള് ഗ്രീൻ പീസ്, ഇത് ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് അതിലേക്ക് ഇട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അതും ഗ്രീൻ പീസിലോട്ടിട്ട് ഒരു ചെറിയ പഴുത്ത തക്കാളി അതും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിരുന്നു, അത് നീളത്തിന് അരിഞ്ഞത് എന്നിവയും ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കുക. അപ്പോഴത്തേക്ക് ഗ്രീൻ പീസ് നല്ല വെന്ത് ഉടയുമില്ല, പാകത്തിന് വെന്ത് വരികയും ചെയ്യും. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് ഇത് നല്ലതുപോലെ അരച്ചിട്ട് വരാം. ഇതവിടെ ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല, നന്നായി ഗ്രീൻ പീസ് വെന്ത് കിടക്കുകയാണ്. ഇതിലേക്ക് അരച്ച കൂട്ട് ചേർക്കാം. കൂട്ടും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് കലക്കി നോക്കിയപ്പോൾ കൂട്ടിട്ടതിന് ശേഷം ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിലോട്ട് മാറ്റി ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് താളിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. കുഞ്ഞുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ താളിപ്പ് ഇവിടെ തയ്യാറാണ്. ഗ്രീൻ പീസ് ഇതാ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ താളിച്ചത് ആ കറിയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക്